മഞ്ചേരിയിൽ യുവാവിനെ കഴുത്തറുത്ത് കൊന്ന പ്രതി മൊയ്തീൻ ജയിലിനുള്ളിൽ പരാക്രമം നടത്തി. ലഹരിക്ക് അടിമയായിരുന്നു ഇയാൾ. ലഹരി കിട്ടാതായതോടെ സമനില തെറ്റിയ നിലയിൽ പെരുമാറിയതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ടുണ്ട്. ഇംതിയാസ്, കൊലപാതക കേസിലെ പ്രതിയാണ്, ജയിലിനുള്ളിലാണ് പരാക്രമം. എന്താണ് സംഭവിക്കുന്നത്? പ്രവീണിനെ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന പ്രവീണിനെ മഞ്ചേരിയിൽ വെച്ച് മൊയ്തീൻകുട്ടി കൊലപ്പെടുത്തിയ വാർത്ത നമ്മൾ കണ്ടതാണ്. അങ്ങനെ കാട് വെട്ടുന്ന മെഷീൻ ഉപയോഗിച്ചാണ് ഈ പ്രവീണിനെ ഈ മൊയ്തീൻകുട്ടി കൊലപ്പെടുത്തിയിരുന്നത്. ചാരങ്കാവ് സ്വദേശിയാണ്. ഇവർ നേരത്തെ പരസ്പരം ഒരുമിച്ച് ജോലി ചെയ്തവരൊക്കെയാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് ഇയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ റിമാൻഡിലിരിക്കെ ജയിലിൽ വെച്ച് വലിയ പരാക്രമം നടത്തുന്നു. അതിൻ്റെ കാരണം ഇദ്ദേഹം നിരന്തരമായിട്ട് എല്ലാ ദിവസവും ലഹരി ഉപയോഗിക്കുന്ന ആളായിരുന്നു. ജയിലിലെത്തിയതോടുകൂടി ഈ ലഹരി ഉൽപ്പന്നങ്ങളൊക്കെ ഇദ്ദേഹത്തിന് കിട്ടാതായി, ഈ മൊയ്തീൻകുട്ടിക്ക് കിട്ടാതായി. ഇതേ തുടർന്നാണ് ഒട്ടും രക്ഷയില്ലാതായപ്പോഴാണ് മഞ്ചേരിയിലെ ആശുപത്രിയിലേക്ക് മൊയ്തീൻകുട്ടിയെ ഇപ്പോൾ പോലീസ് തന്നെ മാറ്റിയിട്ടുള്ളത്. ഈ പരാക്രമം കാണിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ മാത്രമേ ജയിലിൽ ഇനി ഇദ്ദേഹത്തെ ഈ മൊയ്തീൻകുട്ടിയെ പുനരധിവസിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് പോലീസിനോട് ചോദിക്കുമ്പോൾ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ മരിച്ച പ്രവീണും അതുപോലെ തന്നെ മൊയ്തീൻകുട്ടിയും ഒരുമിച്ച് ജോലി ചെയ്തവരായിരുന്നു. നേരത്തെയുള്ള മുൻവൈരാഗ്യം വെച്ച് പിന്നെ ഒരുപാട് കാലം ഒരുമിച്ച് ജോലി ചെയ്തിരുന്നെങ്കിലും പിന്നീട് ജോലിയിൽ നിന്ന് രണ്ടുപേരും വേറിട്ട് പോവുകയും ചെയ്തു. പിന്നീട് ആ മുൻവൈരാഗ്യം വെച്ചുകൊണ്ടാണ് മൊയ്തീൻകുട്ടി, ഇവർ തമ്മിലൊരു വാക്കുതർക്കത്തിൻ്റെ പേരിൽ ആ മുൻവൈരാഗ്യം വെച്ചുകൊണ്ടാണ് മൊയ്തീൻകുട്ടി അന്ന് ഈ കാട് വെട്ടുന്ന മെഷീൻ ഉപയോഗിച്ച് ഇങ്ങനെ കൊലപ്പെടുത്തുന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിയത്. പിന്നെ നാട്ടുകാരൊക്കെ കൂടി ചേർന്നുകൊണ്ടാണ് മൊയ്തീൻകുട്ടിയെ മഞ്ചേരി പോലീസിനൊക്കെ ഏൽപ്പിക്കുന്നതും. എന്തായാലും ഇപ്പോൾ ലഹരി ഇദ്ദേഹത്തിന് കിട്ടുന്നില്ല. ലഹരി കിട്ടാതായതോടുകൂടി മഞ്ചേരിയിലെ ആശുപത്രിയിൽ ചികിത്സക്കായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവിടെ ചികിത്സ നടത്തി ചികിത്സ പൂർണ്ണമായതിനു ശേഷം മാത്രമേ ഇനി തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് വിവരം.